ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടു റീച്ച് ദ അൺറീച്ച് ഈഡൻ ടി വി നടത്തുന്ന ശാബത്ത് സ്കൂൾ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് 7ാമത്തെ പാഠമാണ്. ശിഷ്യന്മാരെ ഉപദേശിക്കുന്നു. അത് ഭാഗം 1. അത് മനപ്പാഠമാക്കിയ പ്രകാരം പറയുന്നു: പിന്നെ അവൻ പുരുഷാരത്തെയും തൻ്റെ ശിഷ്യന്മാരെയും അരികെ വിളിച്ച് അവരോട് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. മാർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 34-ാമത്തെ വാക്യമാണ്. ഇവിടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭാഗത്ത് നമ്മൾ ഈ ആഴ്ച പഠിക്കുന്നത് തൻ്റെ ശിഷ്യന്മാരെ എപ്രകാരമാണ് കർത്താവായ യേശുക്രിസ്തു ബോധവാന്മാരാക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള വരവിൻ്റെ ലക്ഷ്യം, കർത്താവായ യേശുക്രിസ്തു ആരാണ്, കർത്താവായ യേശുക്രിസ്തു എന്തിനു വേണ്ടി ഭൂമിയിൽ വന്നു, ശിഷ്യന്മാർ എന്ന് പറയുന്നവർ എപ്രകാരമായിരിക്കണം, അവരുടെ മനോഭാവം എന്താണ്, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്ക് സംഭവിക്കാൻ പോകുന്നതായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അന്ത്യകാല അല്ലെങ്കിൽ അന്ത്യസമയത്തെ കാര്യങ്ങൾ എപ്രകാരമുള്ളതാണ്, ഈ കാര്യങ്ങളൊക്കെയാണ് കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് ഉപദേശിച്ച് കൊടുക്കുന്നത്. ഈ ആഴ്ച നമ്മൾ പഠിക്കുന്നതും അത് തന്നെയാണ്. ഒരിക്കൽ കൂടി എല്ലാ മാന്യപ്രേക്ഷകരെയും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പാഠഭാഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞായറാഴ്ച പാഠഭാഗത്തിലേക്ക് വരുമ്പോൾ വ്യക്തമായി കാണുന്നു. ഇവിടെ കർത്താവായ യേശുക്രിസ്തു ഒരു കുരുടനെ സൗഖ്യമാക്കുന്ന ഒരു സംഭവമാണ് വിവരിക്കുന്നത്. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിലും യോഹന്നാൻ്റെ സുവിശേഷത്തിലൊക്കെ തന്നെ കുരുടനെ സൗഖ്യമാക്കുന്നതായ സംഭവങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഇവിടെ മാർക്കോസിൽ മാത്രം എടുത്തു പറയുന്നതായ ഒരു സംഭവമുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ഒരു കുരുടനെ കൊണ്ടുവന്നു. കർത്താവായ യേശുക്രിസ്തു അവനെ ഊരിന് അല്ലെങ്കിൽ ഗ്രാമത്തിന് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അവൻ്റെ കണ്ണിൽ ആദ്യം തൊടുന്നു. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, നോക്ക് എന്ത് കാണുന്നു? അവൻ മുകളിലോട്ട് നോക്കിയിട്ട് പറഞ്ഞു, മനുഷ്യർ മരങ്ങളെ പോലെ നടക്കുന്നത് പോലെ കാണുന്നു. എന്തെങ്കിലും വ്യക്തമായി കാണാൻ അവ്യക്തമായി എന്തൊക്കെ കാണുന്നു. കർത്താവായ യേശുക്രിസ്തു രണ്ടാമതും അവനെ തൊടുന്നു. അവൻ നോക്കിയത് വളരെ വ്യക്തമായി കാണുകയും മനുഷ്യരെ കാണുകയും ചെയ്തു എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, നീ ഊരിന് വിട്ടു പോകുക എന്ന് പറഞ്ഞു. ഇവിടെ എന്തുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു ഒരു കുരുടനെ സൗഖ്യമാക്കുവാൻ 2 പ്രാവശ്യം തൊടേണ്ടി വന്നത്? കർത്താവായ യേശുക്രിസ്തുവിന് അല്ലെങ്കിൽ ശക്തി കുറവായിരുന്നത് കൊണ്ടാണോ? അല്ല. മുൻപൊക്കെ നമ്മൾ കാണുന്നു സൗഖ്യമാക്കാൻ കൽപ്പിക്കുമ്പോൾ തന്നെ സൗഖ്യമാക്കുന്നു, തൊട്ടപ്പോൾ തന്നെ സൗഖ്യമാക്കുന്നു. പക്ഷേ ഇവിടെ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കേണ്ടുന്നൊരു പാഠം കർത്താവായ യേശുക്രിസ്തുവിനുണ്ട്. മനുഷ്യന് കാഴ്ചയുണ്ടായാൽ മാത്രം പോരാ, ഉൾക്കാഴ്ച കൂടി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നാം കാണുന്നത് ശരിയായി മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. ആ കുരുടന് ആദ്യം കർത്താവായ യേശുക്രിസ്തു അയാളെ തൊട്ടപ്പോൾ അയാൾക്ക് എന്ത് സംഭവിച്ചു? അവ്യക്തമായി മാത്രമേ അയാൾ കാണുന്നുണ്ട്, പക്ഷേ അവ്യക്തമായി മാത്രമേ അയാൾക്ക് കാണാൻ കഴിയുന്നുള്ളൂ. എന്നാൽ രണ്ടാമത് കർത്താവായ യേശുക്രിസ്തു തൊട്ടപ്പോൾ അയാൾക്ക് വ്യക്തമായി കാണുവാൻ കഴിഞ്ഞു. ഇവിടെ കർത്താവായ യേശുക്രിസ്തു ആരാണ് എന്നുള്ളത് ശിഷ്യന്മാർക്ക് അവ്യക്തതയുണ്ടായിരുന്നു. അവരോട് തന്നെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അങ്ങ് യോഹന്നാനാണെന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞു മറ്റൊന്നാണ്. അതായത് പത്രോസ് പറഞ്ഞു, അങ്ങാരാണ്? അങ്ങ് മശിഹയാണ് എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു മശിഹയാണ് എന്ന് പത്രോസ് എന്ത് ചെയ്തു? കർത്താവിനോട് തന്നെ പറയുന്നു. അപ്പം ശിഷ്യന്മാരിൽ കുറച്ച് പേർ മാത്രമാണ് കർത്താവായ യേശുക്രിസ്തു ശരിക്കും ആരാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം ഈ കുരുടന് കർത്താവായ യേശുക്രിസ്തു ആദ്യം തൊട്ടപ്പോൾ അവൻ കാഴ്ച ലഭിച്ചു, പക്ഷേ വ്യക്തമായി കാണുവാനുള്ള കാഴ്ച അവനില്ലായിരുന്നു. കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് തൊട്ടു. അവൻ നോക്കാൻ പറഞ്ഞ് നോക്കിയപ്പോൾ വ്യക്തമായി മനുഷ്യരെയൊക്കെ കാണുവാൻ കഴിയുന്നു എന്നവൻ പറഞ്ഞു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഈ ഒരു പ്രവൃത്തി കൊണ്ട് ഉദ്ദേശിച്ചത് കാഴ്ച ഉണ്ടായാൽ മാത്രം പോരാ, വ്യക്തമായ കാഴ്ചകൾ നമുക്കുണ്ടാകണം. നാം കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചതുപോലെ നാം കാണേണ്ടത് എന്താണോ അത് നമ്മൾ കാണണം. ശിഷ്യന്മാർക്ക് കൂടെ സന്ദേശം കൂടിയാണത്. നിങ്ങൾ കാണേണ്ടത് എന്താണ് എന്ന് വ്യക്തമായി കാണണം. അങ്ങനെ പത്രോസ് കർത്താവായ യേശുക്രിസ്തുവിനോട് പറയുന്നു, അങ്ങ് മശിഹയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അവർ കാണേണ്ടത് കണ്ടു തുടങ്ങിയപ്പോൾ കർത്താവായ യേശുക്രിസ്തു അവരോട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അന്ത്യസമയത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതായി മനസ്സിലാക്കുന്നു നമുക്ക്. അപ്പോൾ നാം കാണേണ്ടത് എന്താണോ അത് കാണണം. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, ആ കാലത്തെ യഹൂദന്മാർ മശിഹായ്ക്ക് വേണ്ടി കാത്തിരുന്നു.
അവർ ഏതുതരം മശിഹയ്ക്ക് വേണ്ടി കാത്തിരുന്നു എന്ന് ചോദിച്ചാൽ, റോമൻ സാമ്രാജ്യത്തെ ആട്ടിപ്പായിച്ചിട്ട് റോമൻ സർക്കാരിനെ അവിടെ നിന്ന് തുരത്തി ഓടിച്ചിട്ട് സ്വാതന്ത്ര്യം നൽകി ഒരു പുതിയ രാഷ്ട്രം കെട്ടിപ്പടുക്കുന്ന, ഒരു പുതിയ രാജ്യമുണ്ടാക്കുന്ന ഒരു മശിഹയാണ് ആ ജനം കാത്തിരുന്നത്. എന്നാൽ അതല്ല, ആ മശിഹയല്ല ഞാൻ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന് ബോധിപ്പിക്കേണ്ടിയിരുന്നത് ശിഷ്യന്മാരെ മനസ്സിലാക്കണമായിരുന്നു. അല്ലെങ്കിൽ ശിഷ്യന്മാർക്ക് അങ്ങനെയുള്ളൊരു അറിവ് പകർന്നു കൊടുക്കണമായിരുന്നു. അവരുടെ സങ്കല്പത്തിലുള്ളൊരു മശിഹയല്ല, മറിച്ച് ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ പാപികളെ വീണ്ടെടുക്കുവാനുള്ളൊരു വലിയ ദൗത്യവുമായിട്ട് ഒരു രാജ്യം സ്ഥാപിക്കുക എന്നൊരു ചെറിയ ദൗത്യത്തിന് വേണ്ടി വന്നയാളല്ല, മറിച്ച് അതിനേക്കാൾ ഈ ലോകത്തെ മുഴുവനായി വീണ്ടെടുക്കുക എന്ന വലിയ ദൗത്യവുമായി വന്ന മശിഹയാണ് എന്ന ഉൾക്കാഴ്ച ശിഷ്യന്മാർക്കുണ്ടാകണമെന്ന് കർത്താവായ യേശുക്രിസ്തു ആഗ്രഹിച്ചു. അതാണ് ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഒന്നാമത്തെ ഉപദേശം. നാം കാഴ്ചയുണ്ടായാൽ പോരാ, കാണേണ്ടത് കാണണം എന്നുള്ളതാണ്. കർത്താവായ യേശുക്രിസ്തു മശിഹയാണ് എന്ന്, കർത്താവായ യേശുക്രിസ്തു ദൗത്യം എന്താണ് എന്ന് കർത്താവായ യേശുക്രിസ്തു അവരോട് പറയുന്നത്, പത്രോസ് പറയുന്നു, അങ്ങ് മശിഹയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവായ യേശുക്രിസ്തു അവരോട് വിവരിക്കുന്നു, ഞാൻ എന്തു ചെയ്യും? തള്ളപ്പെടും, ആക്രമിക്കപ്പെടും, ചാട്ടവാറടികൾക്കും, പരിഹസിക്കപ്പെടും, മരിക്കും, ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ അവർ കാണേണ്ടത് കണ്ടു തുടങ്ങുമ്പോൾ അവർക്ക് മറ്റുള്ളവരോടും പറഞ്ഞു കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ്. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന ഒന്നാമത്തെ ഭാഗം അല്ലെങ്കിൽ പാഠമെന്ന് പറയുന്നത്, നാം വ്യക്തമായി കാണേണ്ടത് എന്താണ് എന്ന് കാണണം എന്നുള്ളതാണ്. തൻ്റെ ശിക്ഷാഗണങ്ങളോട് കർത്താവായ യേശുക്രിസ്തു ഈ പാഠഭാഗത്ത് ആദ്യമായി ഉപദേശിക്കുന്നത്. വ്യക്തമായി നാം കാണേണ്ടത് കാണാം. നമ്മോടും കർത്താവായ യേശുക്രിസ്തു ദൈവത്തിൻ്റെ വചനം പറയുന്നത് അത് തന്നെയാണ്. നാം കാണേണ്ടത് വ്യക്തമായി കാണണം എന്നുള്ളതാണ് ഈ ഞായറാഴ്ച ഭാഗം നമ്മോട് പഠിപ്പിക്കുന്നത്. ശിഷ്യത്വത്തിൻ്റെ വില, ഇതാണ് തിങ്കളാഴ്ച ഭാഗം പറയുന്നത്. ഇവിടെ കർത്താവായ യേശുക്രിസ്തു മെസ്സിഹയാണെന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ ലക്ഷ്യം എന്താണ് എന്നവർക്ക് മനസ്സിലായി. ഇവിടെ ശിഷ്യന്മാർ കർത്താവായ യേശുക്രിസ്തു ആദ്യം ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവോട് പറഞ്ഞു, ഞാൻ നിങ്ങൾ എന്ത് ചെയ്യും? മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്നുള്ളതാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരു ഘട്ടത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തു അവരോട് പറഞ്ഞു, ഞാൻ അവർ തന്നെ പറഞ്ഞു, ഞാൻ മശിഹയാണ്, അങ്ങ് മശിഹയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. പത്രോസ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, അങ്ങ് മശിഹയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവായ യേശുക്രിസ്തു തൻ്റെ വരവിൻ്റെ ലക്ഷ്യത്തെപ്പറ്റിയും തൻ്റെ അവസാനത്തെ പറ്റിയും, അല്ലെങ്കിൽ ഈ ഭൂമിയിലെ അന്ത്യത്തെ പറ്റിയുമൊക്കെ കർത്താവായ യേശുക്രിസ്തു അവരോട് വിവരിക്കുന്നു. എന്തു ചെയ്യും? മശിഹ എന്തു ചെയ്യും? അവസാനം കൊല്ലപ്പെടും, ക്രൂശിലേറ്റപ്പെടും, മരിക്കും, എന്തു ചെയ്യും? മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെ പറയുന്നു. ഈ വാക്കുകൾ കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ശിഷ്യന്മാരെ വേദനിപ്പിച്ചു, പ്രത്യേകിച്ച് പത്രോസിനെ വേദനിപ്പിച്ചു. അതുകൊണ്ട് പത്രോസ് അങ്ങോട്ട് വിളിച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് ഒരുപക്ഷെ സ്നേഹത്തിലായിരിക്കണം ശാസിച്ചു. പക്ഷേ പത്രോസിൻ്റെ ശാസന എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ ലക്ഷ്യത്തിന് വിരുദ്ധമായിരുന്നു, എതിരായിരുന്നു, ദൈവത്തിൻ്റെ സ്നേഹത്തിന്, ദൈവത്തിൻ്റെ പദ്ധതിക്ക് എതിരായിരുന്നു. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, സാത്താൻ പിശാചേ എന്നെ വിട്ട് പോ എന്ന് പറഞ്ഞു. ശാസിച്ചു. കർത്താവായ യേശുക്രിസ്തു പത്രോസിനെ ശാസിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശത്തെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ അതിനെതിരായിരുന്നു പത്രോസിൻ്റെ ഈ ഒരു ശാസന. കർത്താവായ യേശുക്രിസ്തുവിനെ വിളിച്ച് മാറ്റി നിർത്തിയുള്ള ശാസന എന്ന് പറയുന്നത് അതായിരുന്നു. കർത്താവായ യേശുക്രിസ്തു തൻ്റെ കഷ്ടത, അല്ലെങ്കിൽ അന്ത്യകാലത്ത് അനുഭവിക്കാൻ പോകുന്നതായ കാര്യങ്ങളെക്കുറിച്ച് ശിക്ഷഗണത്തോട് വിവരിച്ചപ്പോൾ പത്രോസ് കർത്താവായ യേശുക്രിസ്തുവിനെ വിളിച്ച് മാറ്റി നിർത്തി ശാസിക്കുകയും പത്രോസിന് വല്ലാത്ത വേദന അനുഭവപ്പെട്ടിരിക്കാം. കാരണം കർത്താവായ യേശുക്രിസ്തു മരിക്കാൻ പോകുമെന്ന് പറയുമ്പം പത്രോസിന് വേദന അനുഭവപ്പെട്ടിരിക്കാം. പക്ഷേ പത്രോസിൻ്റെ വേദനയേക്കാൾ വലുതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. ഈ കർത്താവായ യേശുക്രിസ്തു മരിക്കണം എന്നുള്ളതും ആ പാപത്തെ വീണ്ടെടുക്കണം എന്നുള്ളതും ഒരു ദൈവിക പദ്ധതിയായിരുന്നു. അതിനെതിരെ പത്രോസ് സംസാരിച്ചപ്പോൾ പത്രോസിനെ എന്ത് ചെയ്യേണ്ടി വന്നു? ശാസിക്കേണ്ടി വന്നു. കാരണം ശിഷ്യത്വം എന്താണ് എന്ന് അവർ മനസ്സിലാക്കണം. അങ്ങനെ കർത്താവായ യേശുക്രിസ്തു അവരോട് വിവരിക്കുകയാണ്, എന്താണ് ശിഷ്യത്വം എന്ന് ചോദിച്ചാൽ, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ചു തൻ്റെ ക്രൂശ് എടുത്ത്. എന്താണ് ഇവിടെ ക്രൂശ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അന്ന് റോമൻ സാമ്രാജ്യത്തിലെ ഏറ്റവും ലജ്ജാകരമായ, അല്ലെങ്കിൽ ഏറ്റവും വലിയ കൊടിയ കുറ്റങ്ങൾ ചെയ്തതായി വ്യക്തികൾക്ക് നൽകുന്ന ശിക്ഷയായിരുന്നു ക്രൂശ് മരണം.
ഏറ്റവും നീചമായ രീതിയിൽ, അല്ലെങ്കിൽ ഏറ്റവും അധികം വെറുക്കപ്പെട്ടതായ രീതിയിലുള്ളൊരു മരണമായിരുന്നു കുരിശുമരണം എന്ന് പറയുന്നത്. കർത്താവ് യേശുക്രിസ്തു നൽകിയ മരണം ആ രീതിയിലുള്ളതായിരുന്നു. നോക്കൂ, ഏറ്റവും കൊടും ക്രിമിനലുകളായ വ്യക്തികൾക്ക് നൽകുന്നതായ ഒരു മരണരീതിയായിരുന്നു ഈ കുരിശുമരണം എന്ന് പറയുന്നത്. കർത്താവ് യേശുക്രിസ്തു ഇവിടെ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾ അവനവൻ്റെ കുരിശെടുത്തുകൊണ്ട്, തന്നെത്താൻ ത്യജിച്ച് തൻ്റെ കുരിശെടുത്തുകൊണ്ട് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് കുരിശെടുക്കണമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ത്യാഗം സഹിക്കണമെന്നല്ല, മറിച്ച് വലിയ ത്യാഗം നിങ്ങൾ ദൈവത്തിന് വേണ്ടി സഹിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശിക്ഷത്തിൻ്റെ വില എന്നുള്ളതല്ല, മറിച്ച് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത് അതിന് വലിയ വിലയാണ് നൽകേണ്ടി വരുന്നത്. വലിയ ത്യാഗം അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ ഈ ലോകത്തെ ജീവൻ നമ്മൾ ത്യജിക്കേണ്ടി വരാം, പക്ഷേ അതിൻ്റെ പ്രതിഫലം എന്താണെന്ന് ചോദിച്ചാൽ നിത്യമായ ഒരു ജീവൻ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. നാം ഈ ലോകത്തെ ജീവിതത്തെ അല്ല സ്നേഹിക്കേണ്ടത്. ഈ ലോകത്തെ ജീവിതത്തെ നമുക്ക് ഒരുപക്ഷെ ത്യജിക്കേണ്ടി വന്നേക്കാം. ഈ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട്, ഈ ഒരു മാർഗം മുറുകെ പിടിക്കുന്നത് കൊണ്ട്, ഈ ഒരു മാർഗം ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ ഈ ലോകത്തിൽ നമ്മുടെ ജീവനെ ത്യജിക്കേണ്ടി വന്നേക്കാം. പക്ഷേ അങ്ങനെ നാം ത്യജിക്കുമ്പോൾ മറുഭാഗത്ത് എന്ത് ചെയ്യുന്നു? നമുക്ക് നിത്യമായൊരു ജീവിതം നേടിയെടുക്കുവാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളത്. ഇവിടെ നാം ത്യജിക്കുമ്പോൾ അവിടെ നാം നേടിയെടുക്കുന്നു എന്നാണ് കർത്താവ് യേശുക്രിസ്തു പറയുന്നത്. അപ്പം ശിഷ്യത്വത്തിൻ്റെ വില എന്ന് പറയുന്നത് ത്യാഗത്തിലൂടെ ആയിരിക്കണം. അത് സ്വയം നമ്മൾ ത്യാഗം സഹിച്ചു വേണം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കേണ്ടത്. നാം അങ്ങനെ ത്യാഗം സഹിക്കുമ്പോൾ നമുക്ക് അനുഗ്രഹങ്ങൾ ധാരാളമായി ലഭിക്കുമെന്ന് ദൈവം നമ്മോട് പറയുന്നു. ശിഷ്യന്മാരുടെ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞതാണ്, തന്നെത്താൻ ത്യജിച്ച് തൻ്റെ കുരിശെടുത്തുകൊണ്ട് ഏറ്റവും നിന്ദ്യമായ, ഏറ്റവും നീചമായ, കൊടും ക്രിമിനലുകൾക്ക് മാത്രം നൽകുന്നതായ ഒരു ശിക്ഷാവിധിയായിരുന്നു ക്രൂശ് മരണം. അത് കർത്താവ് യേശുക്രിസ്തുവിന് കൊടുത്തു. കർത്താവ് യേശുക്രിസ്തു സ്വീകരിച്ചു. ശിഷ്യന്മാരോടും പറഞ്ഞത് അതുതന്നെയാണ്, നിങ്ങളും വലിയ ത്യാഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും, സഹിക്കേണ്ടി വരും. ഒരു പക്ഷേ ഈ നിങ്ങളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തേണ്ടി വരും. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾക്കെന്തുണ്ട്? വലിയ പ്രത്യാശയുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കുമെന്ന് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു. അതാണ് അതിൻ്റെ അവസാന ഭാഗത്തിൽ പറയുന്നത്, തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും എന്നുള്ളത്. അതാണ് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ വാഗ്ദത്തം. നാം ഇഹലോകത്തിൽ ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ മാർഗത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവനെ സ്നേഹിക്കാതെ നാം നിത്യജീവനെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ വലിയ ശിക്ഷന്മാരുടെ കൂട്ടത്തിൽ കർത്താവ് യേശുക്രിസ്തു നമ്മളെയും ക്ഷണിക്കുന്നു. നാം അത് എടുക്കുവാൻ, തൻ്റെ ക്രൂശ് എടുക്കുവാൻ, തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുക്കുവാൻ തയ്യാറാണ് എങ്കിൽ കർത്താവ് യേശുക്രിസ്തു പറയുന്നു, നാം നിത്യജീവൻ പ്രാപിക്കും എന്നൊരു വാഗ്ദാനം കൂടിയാണ് ഈ തിങ്കളാഴ്ച ഭാഗത്തിലേക്ക് നമുക്ക് നൽകിയിരിക്കുന്നത്. ചൊവ്വാഴ്ച ഭാഗത്തിലേക്ക് വരുമ്പോൾ മലയും പുരുഷാരവും ഇവിടെ പറയുന്നത്, കർത്താവ് യേശുക്രിസ്തു ശിഷ്യന്മാരോട് അവരോട് കൂടിയ ആൾക്കാരോട് പറഞ്ഞു, ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് കർത്താവ് യേശുക്രിസ്തു അവരോട് പറഞ്ഞു. അപ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത്, ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ, മരിക്കാത്തവർ, അതായത് ജീവനോടെ തന്നെ ദൈവരാജ്യത്തെ കാണുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞു. അത് സാധ്യമായെന്ന് ചോദിച്ചാൽ വിശുദ്ധ വേദപുസ്തകം പറഞ്ഞത് അത് സാധ്യമായെന്നാണ്. കർത്താവ് യേശുക്രിസ്തുയുടെ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് കർത്താവായ യേശുക്രിസ്തു ഏലിയാവിനോടും മോശയോടും സംസാരിക്കുന്നത് ആര് കണ്ടു? ഈ മൂവരും കണ്ടു. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഏലിയാവും മോശയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്നു. അവർ കർത്താവായ യേശുക്രിസ്തുവിനോട് സംസാരിക്കുന്നത് ഈ 3 പേരും കണ്ടു. ആ ഒരു പ്രവചനം, ആ ഒരു വാക്യം അവിടെ പൂർത്തീകരിച്ചിരിക്കുന്നു. അവരെന്താണ് സംസാരിച്ചതെന്ന് ചോദിച്ചാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അന്ത്യനാളുകളെക്കുറിച്ചുള്ളതായിരുന്നു അവരുടെ വിഷയം. മോശയും ഏലിയാവും കർത്താവായ യേശുക്രിസ്തുവിനോട് സംസാരിച്ചത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അന്ത്യനാളുകളെക്കുറിച്ചാണ്. ആ അന്ത്യനാളുകളെക്കുറിച്ചാണ് കർത്താവായ യേശുക്രിസ്തുവും അവരുമായി സംസാരിച്ചത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മരണം കാണാത്തവർ, കർത്താവായ ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം സംഭവിക്കാത്തവർ ഉണ്ട് എന്നുള്ള വാഗ്ദാനം എന്ത് ചെയ്തു?
ആ ഒരു പ്രവചനം അവിടെ നിവൃത്തിയായതായി കാണുന്നു. കർത്താവ് യേശുക്രിസ്തു താഴെ അവിടെ ഇവർ 4 പേരും മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ബാക്കി ഈ ശിഷ്യന്മാർ കർത്താവ് യേശുക്രിസ്തുവിനോട് ചോദിച്ചു, എപ്പോൾ ഏലിയാവ് വരും? വിശുദ്ധ വേദോസ് മലാക്കിയിൽ പറയുന്നുണ്ട്, നിരപ്പിൻ്റെ ശുശ്രൂഷമായി ഏലിയാവ് വരുമെന്ന് പറയുന്നല്ലോ, അത് എപ്പോൾ വരും എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, ഏലിയാവ് വന്നു കഴിഞ്ഞു, ഏലിയാവ് വന്ന് കഴിഞ്ഞു. അപ്പോൾ ശിഷ്യന്മാരുടെ ഓരോ ചോദ്യങ്ങൾക്കും കർത്താവായ യേശുക്രിസ്തു മറുപടി കൂടെ കൊടുക്കുന്നു. കാരണം തൻ്റെ കൂടെ നിൽക്കുന്നവരെ താൻ ആരാണെന്നും ദൈവത്തിൻ്റെ ദൗത്യം എന്താണെന്നും ദൈവത്തിൻ്റെ വരവിൻ്റെ അടയാളം എന്താണെന്നും അത് എപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ അടയാളം എന്താ, അത് സംഭവിക്കുന്നതിൻ്റെ അടയാളം എന്താണ് എന്നൊക്കെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഈ ആഴ്ച ചിന്തിക്കുന്നത്. അപ്പോൾ ശിഷ്യന്മാരുടെ സംശയം ഇതാണ്, ഏലിയാവ് വരുമെന്ന് പറഞ്ഞിട്ടുള്ളൂ പഴയ നിയമത്തിൽ. കർത്താവായ യേശുക്രിസ്തു വരുന്നതിന് മുൻപ് അല്ലെങ്കിൽ മനുഷ്യപുത്രൻ വരുന്നതിന് മുൻപ് ഏലിയാവ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതെപ്പോൾ സംഭവിക്കും? കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഏലിയാവ് വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് ബാക്കിയുള്ള 9 ശിഷ്യന്മാരെല്ലാം കൂടി എന്ത് ചെയ്യുന്നത്, ഒരു ഭൂതബാധിതനായ ഒരു ബാലനുമായിട്ട് മൽപ്പിടുത്തം നടത്തുന്നത്. അവർ പറഞ്ഞിട്ടൊന്നും ഭൂതം മാറുന്നില്ല. കർത്താവായ യേശുക്രിസ്തു വന്നു, ഈ ബാലൻ്റെ പിതാവ് കർത്താവായ യേശുക്രിസ്തുവിന് പറഞ്ഞു, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ ചെയ്യുക എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു ഒരു മറുചോദ്യം ഉന്നയിച്ചു, കഴിയുമെങ്കിൽ എന്നോ? അതായത് നീ സംശയിക്കുന്നോ? എന്നാൽ കഴിയുമെന്ന് നിനക്ക് സംശയമുണ്ടോ എന്ന് കർത്താവായ യേശുക്രിസ്തു ചോദിക്കുന്നു. മറുപടി ആ നിലവിളിയോടുകൂടി ആ പിതാവ് പറയുന്നു, അങ്ങേക്ക് കഴിയും, എൻ്റെ മകനെ സൗഖ്യമാക്കുവാൻ അങ്ങേക്ക് കഴിയും, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പൂർണ്ണമായി പറഞ്ഞതോടുകൂടി ആ ബാലന് സൗഖ്യമായി എന്ന് വിശുദ്ധ വേദോസ് നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ ഞാൻ ചിന്തിക്കേണ്ട കാര്യം, ദൈവത്തിൽ നാം വിശ്വസിക്കുന്നു എങ്കിൽ നാം പൂർണ്ണമായും എന്ത് ചെയ്യണം? ദൈവത്തിൽ വിശ്വസിക്കണം. അവിശ്വാസത്തോടു കൂടി ദൈവത്തിൻ്റെ അടുക്കൽ കടന്നു ചെന്നാൽ ദൈവം എന്ത് ചെയ്തില്ല, നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ യാചനകളും സ്വീകരിക്കുകയില്ല. ഇവിടെ ആ ഭൂതഗ്രസ്തനായ ബാലൻ്റെ പിതാവ് ആദ്യം പറഞ്ഞത് നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ എന്നാണ് ചോദിച്ചത്. അതിലൊരു സംശയത്തിൻ്റെ കണികയുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന് പ്രവർത്തിക്കണമെങ്കിൽ സംശയത്തിൻ്റെ ഒരു കണിക പോലും പാടില്ല. അവിടെ നാം ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മേൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുകയുള്ളൂ. ഭാഗികമായി മാത്രം വിശ്വസിക്കുകയും ഭാഗികമായി സംശയിക്കുകയും ചെയ്താൽ അവിടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുകയില്ല. അതാണ് ദൈവം നമ്മോട് പറയുന്നത്, വചനങ്ങളോട് പറയുന്നത്, നാം പൂർണ്ണമായി വിശ്വസിക്കണം. ആ പിതാവിന് പിന്നീടുണ്ട് പെട്ടെന്നുണ്ടായ മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകണം. ദൈവത്തിന് സാധ്യമാകും എന്ന ഒരു വിശ്വാസം നമുക്കുണ്ടാകണം. ദൈവം പറഞ്ഞത്, ആ മലയിൽ വെച്ച് ഏലിയാവും മോശയും ദൈവത്തോട് സംസാരിച്ചപ്പോൾ അവരെന്ത് ചെയ്തു? സ്വർഗം ഇറങ്ങി വരുന്നത് ആ ശിഷ്യന്മാർ കണ്ടു. കർത്താവിൻ്റെ അന്ത്യകാലത്തെക്കുറിച്ചാണ് അന്ത്യസമയത്തെക്കുറിച്ചാണ് അവർ സംസാരിച്ചത്. തിരിച്ചിറങ്ങി വന്നപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നു, ഏലിയാവ് ഇപ്പോൾ വരുമെന്ന്. ഏലിയാവ് വന്നു കഴിഞ്ഞു എന്ന് കർത്താവ് യേശുക്രിസ്തു മറുപടിയും പറയുന്നു. അതിന് ശേഷമാണ് ഈ ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കുന്ന രംഗമുണ്ടാകുന്നത്. കർത്താവ് യേശുക്രിസ്തുവോട് ആഗ്രഹിക്കുന്നത്, ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ മക്കൾ ഓരോരുത്തരും ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കണം. കാരണം ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനും നമ്മെ സ്നേഹിക്കുവാനും നമ്മെ വഴി നടത്തുവാനും നമ്മെ കരുതുവാനും ഒക്കെ തയ്യാറാണ്, ആഗ്രഹമുള്ള വ്യക്തിയാണ്. പക്ഷെ നാം ദൈവത്തിൽ എന്ത് ചെയ്യുന്നില്ല? പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല എങ്കിൽ ഈ ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മുടെ മേൽ നടപ്പിലാക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ചൊവ്വാഴ്ച ഭാഗത്തിൽ പറയുന്നത്, നാം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കുക. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഒന്നിൽ നീ ശീതവാനായിരിക്കുക, അല്ലെങ്കിൽ നീ ഉഷ്ണവാനായിരിക്കുക. നീ ശീതോഷ്ണവാനാണ് എങ്കിൽ എൻ്റെ വായിൽ നിന്ന് നിന്നെ ഉമിന്ന് കളയും. അപ്പോൾ നാം ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയിൽ നാം വിശ്വസിക്കുന്നുവെങ്കിൽ നാം അത് പൂർണ്ണമായി വിശ്വസിക്കണം എന്നാണ് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ബുധനാഴ്ച ഭാഗം പറയുന്നത്, ആരാണ് വലിയവൻ? ആ ചോദ്യം തന്നെ ശിഷ്യന്മാരുടെ ഇടയ്ക്ക് ഉയർന്നു വന്നൊരു സംശയമാണ്. അവർ തമ്മിൽ പറഞ്ഞ കാര്യമാണ്, നമ്മളിൽ ആരാണ് വലിയവൻ. ഇവിടെ പാഠഭാഗം ആരംഭിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചാണ്. ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചും കർത്താവായ യേശുക്രിസ്തു പറയുന്നുണ്ട്. മാർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അന്ന് വളരെ ജിജ്ഞാസയോടുകൂടി അവർ സംസാരിക്കുകയും പത്രോസ് അതിനെ ശാസിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ പിന്നീടത് പറഞ്ഞപ്പോൾ പാഠഭാഗത്തിൽ പറയുന്നത് ശിഷ്യന്മാർക്ക് അത്ര വലിയ താല്പര്യം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടതായിട്ട് തോന്നിയില്ല എന്നുള്ളതാണ്.
എന്ത് തന്നെ ആയാലും ഇവിടെ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു വ്യക്തമായി അവരോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഞാൻ വന്ന ലക്ഷ്യം, ഇപ്പോൾ അവർക്ക് കർത്താവായ യേശു ക്രിസ്തു മെസ്സിഹയാണെന്നും കർത്താവായ യേശു ക്രിസ്തു ലക്ഷ്യം എന്താണെന്നൊക്കെ മനസ്സിലായി. കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ മരിക്കുമെന്നും ഒക്കെ അവർക്ക് മനസ്സിലായി, ഉയർത്തെഴുന്നേൽക്കുമെന്നും മനസ്സിലായി. ഇവിടെ താഴേക്ക് വരുന്ന ഭാഗത്ത് പറയുമ്പോൾ എന്താണ്, കർത്താവായ യേശു ക്രിസ്തു പിന്നെ ഗലീലക്കാരനിലെ ഫിലിപ്പോസിൻ്റെ കൈസരിൽ ആയിരുന്ന സമയത്ത് ഇവരെന്തൊക്കെയോ സംസാരിച്ചു, ശിഷ്യന്മാർ തമ്മിൽ എന്തൊക്കെയോ സംസാരിച്ചു. കർത്താവായ യേശു ക്രിസ്തു കുറേ കഴിഞ്ഞിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ വരുന്ന വഴിക്ക് നിങ്ങൾ എന്താണ് സംസാരിച്ചത്? അവരാരും മറുപടി പറഞ്ഞില്ല. കാരണം ഒരു പക്ഷേ ഭയമായിരിക്കാം, കർത്താവായ യേശു ക്രിസ്തു പിന്നെ വഴക്ക് പറയുമോ, അല്ലെങ്കിൽ ഞങ്ങൾ ഈ വിഷയമാണ് സംസാരിച്ചതെന്ന് പറയുമ്പോൾ എന്താണ് പറയുക എന്ന് പ്രതികരണം എന്നുള്ള ഭയമായിരിക്കാം ശിഷ്യന്മാരെ അതിന് മറുപടി പറയാൻ പ്രേരിപ്പിച്ചില്ല. പക്ഷെ കർത്താവായ യേശു ക്രിസ്തു അത് മനസ്സിലാക്കിയിട്ട് കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തു? അവരോട് പറഞ്ഞു. നിങ്ങൾ സംസാരിച്ചത് ഇന്നതാണെന്ന് കർത്താവായ യേശു ക്രിസ്തുവോട് പറഞ്ഞില്ല. കർത്താവായ യേശു ക്രിസ്തുവോട് പറഞ്ഞത്, നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ദാസനാകണം. നിങ്ങളിൽ വലിയവനാകാൻ നിങ്ങളിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒരുവൻ വലിയവനാകാൻ ആഗ്രഹിച്ചാൽ അവൻ ആദ്യം ദാസനായിരിക്കണം. അത് ഏറ്റവും വലിയൊരു പാഠമാണ് ശിഷ്യന്മാർക്ക് കൊടുത്തിട്ടുള്ളത്. നാം അല്ലെങ്കിൽ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും തർക്കം ഇതാണല്ലോ, ആരാണ് വലിയവൻ, ഞാനാണോ നിങ്ങളാണോ വലിയവൻ എന്നാണോ? അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, നിങ്ങളിൽ വലിയവനാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ദാസൻ ആയിത്തീരണം എന്നുള്ളതാണ്. കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തു? ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു കുട്ടിയെ എടുത്ത് അവരുടെ മുമ്പിൽ നിർത്തി. എന്നിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിനെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിച്ചിരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എൻ്റെ പിതാവിനെയും അല്ലെങ്കിൽ എന്നെ അയച്ചവനെയും സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവർക്ക് നൽകുന്ന പാഠമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ പരിശീലനത്തിൻ്റെ ഭാഗമായി അവരെ ഉപദേശിക്കുന്നത് എത്ര വളരെ ലളിതമായ രീതിയിലാണ് എന്ന് നാം മനസ്സിലാക്കണം. അവർ തമ്മിൽ തർക്കമുണ്ടാകുന്നു, അവർക്ക് ചർച്ചയുണ്ടാകുന്നു, ഞാനാണ് വലിയവൻ എന്ന ചർച്ചയുണ്ടാകുന്നു. കർത്താവായ യേശു ക്രിസ്തു മനസ്സിലാക്കിയിട്ട്, ചോദിച്ചിട്ട് അവർ പറഞ്ഞിട്ടുമില്ല, കർത്താവായ യേശു ക്രിസ്തു മനസ്സിലാക്കിയിട്ട് അവരോട് പറയുന്നൊരു കാര്യമാണ്, നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എന്ത് ചെയ്യണം? നിങ്ങളൊരു ദാസനായി തീരണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മോടും കർത്താവായ യേശു ക്രിസ്തു വചനം പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഞാനെന്ന ഭാവമില്ലാതെ, അതുകൊണ്ടാണ് നമ്മൾ മനപ്പാഠവാക്യത്തിൽ പറഞ്ഞത്, തന്നെത്താൻ ത്യജിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ പിന്തുടരുന്നു എന്ന് അവകാശപ്പെടുന്നവർ, ദൈവത്തിൻ്റെ ശിഷ്യന്മാർ എന്ന് അവകാശപ്പെടുന്നവർ, ദൈവത്തിൻ്റെ മുദ്രയേറ്റവർ എന്ന് അവകാശപ്പെടുന്നവർ, ദൈവത്തിൻ്റെ വചനം ഉയർത്തിപ്പിടിക്കുന്നവർ, ദൈവത്തിൻ്റെ സാക്ഷികളെന്ന് ഉറച്ച് പ്രഖ്യാപിക്കുന്നവർ എങ്ങനെയുള്ളവരായിരിക്കണം? തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് ഞാൻ എന്ന ഭാവം മുഴുവനുമായിട്ട് എന്നിൽ നിന്നും പോകണം. വലിയവനാകാനാണ് നാം ആഗ്രഹിക്കുന്നെങ്കിൽ നാം ദാസനായി തീരണം. ഇതാണ് ദൈവം നമ്മോട് പഠിപ്പിക്കുന്നത്. നാം ഒരു സ്വയം അവലോകനം നടത്തിയാൽ നമുക്കതിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. ഞാൻ ദൈവത്തിൻ്റെ വചനം മുറുകെ പിടിക്കുകയും ഞാനെന്ന ഭാവത്തിലാണോ, അല്ലെങ്കിൽ ഞാൻ വലിയവനാണ് എന്ന ഭാവത്തിലാണോ ജീവിക്കുന്നത് എന്ന ഒരു സ്വയം അവലോകനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്കുണ്ടാകണം. ശിഷ്യന്മാരുടെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അവർ പലരും ഞാനെന്ന ഭാവത്തിൽ അവർ ജീവിച്ചത് പലപ്പോഴും. അത് കർത്താവായ യേശു ക്രിസ്തു മനസ്സിലായി. പത്രോസ് പറഞ്ഞു ഞാനാണ് വലിയവൻ, യോഹന്നാൻ പറഞ്ഞു എന്നെക്കാളും വലിയവൻ ഞാനാണ് യേശുവിൻ്റെ അടുത്തിരിക്കുന്നവൻ. ഇതൊക്കെ അവർക്ക് പരസ്പരം തർക്കമുണ്ടായിരുന്നു. നോക്കൂ, കർത്താവായ യേശുക്രിസ്തുവിനോടൊപ്പം ജീവിക്കുകയും കർത്താവായ യേശുക്രിസ്തുവിനോടൊപ്പം നടക്കുകയും പിന്നെ പന്തിഭോജനം നടത്തുകയും സൗഖ്യങ്ങളിലൊക്കെ തന്നെ പങ്കാളികളാകുകയും അത്ഭുതങ്ങളൊക്കെ നേരിട്ട് സാക്ഷ്യം വയ്ക്കുകയും ചെയ്ത ശിഷ്യന്മാരുടെ ഇടയ്ക്കും ഉണ്ടായിരുന്നു ഈ ഒരു വികാരവും തർക്കവുമൊക്കെ. ഞാനാണ് വലിയവൻ. ഈ കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെ ഇടയ്ക്കും ഇത് കാണുന്നവരുടെ ഇടയ്ക്കൊക്കെ നമ്മുടെ എല്ലാവരുടെ ഹൃദയങ്ങളിലുണ്ട്, ഞാൻ വലിയവനാണ്, ഞാൻ അവനേക്കാൾ വലിയവനാണ്, ഞാൻ ഇവനേക്കാൾ വലിയവനാണെന്ന്. പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ അവനേക്കാൾ ചെറിയവനാണെന്ന്? ഈ ഇരിക്കുന്നവരേക്കാൾ ഏറ്റവും ചെറിയവനാണ് ഞാൻ എന്ന് എപ്പോഴെങ്കിലും നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷമാണ് നമ്മൾ വലുതായി തീരുന്നത് എന്നാണ് കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിക്കുന്നത്. ഈ ഇരിക്കുന്നവരുടെയൊക്കെ ദാസനാണ് ഞാനെന്ന് ചിന്തിച്ചുകൊണ്ട് എപ്പോഴെങ്കിലും നാം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ നിമിഷമാണ് നാം അവരുടെ എല്ലാവരുടെയും യജമാനനായി തീരുന്നത്, അവിടെ ഉള്ളവരിൽ ഏറ്റവും വലിയവനായി തീരുന്നത് എന്നാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്. ആ ഒരു വലിയ പാഠമാണ് ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്തതും ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് കർത്താവായ യേശു ക്രിസ്തു പകർന്നു നൽകുന്നതും അതുതന്നെയാണ്.
നാം എവിടെയെങ്കിലും വലിയവനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം അവിടെ എന്ത് ചെയ്യണം? അവരുടെ ദാസനായിത്തീരണം എന്ന് പറഞ്ഞു. യോഹന്നാൻ ഉടനെ ഒരു ചോദ്യം കർത്താവിനോട് ചോദിക്കുന്നു. കർത്താവെ, നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നവർ തന്നെ കണ്ടു, പക്ഷേ അവൻ ഞങ്ങൾ അനുഗ്രഹിക്കാത്തതുകൊണ്ട് ഞങ്ങൾ അവനെ എന്ത് ചെയ്യുന്നില്ല? കൂട്ടാക്കിയില്ല. അവനെ നമ്മൾ കൈക്കൊള്ളണമോ? കർത്താവ് യേശുക്രിസ്തു എന്താ പറഞ്ഞത്? അവൻ നമുക്ക് ഇടർച്ചയൊന്നും വരുത്തിയിട്ടില്ല, അവനെയും എന്ത് ചെയ്യണം? കൈക്കൊള്ളാം. അപ്പോൾ നാം നമ്മെ സ്വീകരിക്കുന്നവരെ മാത്രമല്ല, ദൈവത്തിൻ്റെ വചനവുമായി വരുന്ന നമ്മൾ എന്ത് ചെയ്യണം? ആൾക്കാരെ അല്ലെങ്കിൽ വ്യക്തികളെ നാം മാനിക്കണം, ബഹുമാനിക്കണം, അംഗീകരിക്കണം. ദൈവത്തിൻ്റെ സുവിശേഷമായി വരുന്നവരെന്ത് ചെയ്യണം? നാം ബഹുമാനിക്കണം, അവരെ അംഗീകരിക്കണം. നാം അവരെക്കാൾ വലിയവരല്ല, നാം അവരെക്കാൾ അവരുടെ ദാസന്മാരായി തീരണം. ദൈവം പറയുന്നത്, ദൈവത്തിൻ്റെ ദാസനെ മാനിക്കുന്നവർക്ക് പ്രതിഫലം ലഭിക്കാതെ ഇരിക്കേയില്ല എന്ന് കർത്താവായ യേശുക്രിസ്തു പറയുന്നു. ദൈവത്തിൻ്റെ ദാസനെ മാനിക്കുന്നവർക്ക് പ്രതിഫലം ലഭിക്കാതെ ഇരിക്കേയില്ല. അപ്പോൾ നാം ചിന്തിക്കേണ്ടത്, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നാം ചിന്തിക്കേണ്ടത്, ദൈവം തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നതായി ഈ ഉപദേശം നമുക്കും കൂടെ നൽകുന്നതാണ്. നാം വലിയവനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വയമെന്ന അഹംഭാവം വെടിഞ്ഞ് ഞാനെന്ന ഭാവമില്ലാതെ ഏറ്റവും താഴ്മയുള്ളവനായി എന്നേക്കാൾ ശ്രേഷ്ഠനാണ് മറ്റുള്ളവൻ എന്ന് എണ്ണിക്കൊണ്ട് ജീവിച്ചാൽ എവിടെയും നമുക്ക് ഉയർച്ചയുണ്ടാകും, എവിടെയും നാം മാനിക്കപ്പെടും, എവിടെയും നാം അംഗീകരിക്കപ്പെടും. കർത്താവായ ദൈവം പറഞ്ഞത് തന്നെയാണ്. നാം സ്വയം നമ്മെ തന്നെ താഴ്ത്തി തന്നെത്താൻ ത്യജിച്ച് ക്രൂശെടുത്തുകൊണ്ട് ദൈവത്തെ പിന്തുടരുവാനാണ് ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മോട് അന്ന് ശിഷ്യന്മാരോട് ദൈവം പറഞ്ഞതുപോലെ, നീ വലിയവനാകാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ദാസനായിത്തീരണം എന്നതാണ് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നതായ നമ്മോടും ദൈവം ആവശ്യപ്പെടുന്നത്. വേദ ഭാഗത്തിലേക്ക് വരുമ്പോൾ നരകത്തിലെ ആരോഗ്യമുള്ള മനുഷ്യൻ, നരകത്തിലെ ആരോഗ്യമുള്ള മനുഷ്യൻ. അപ്പം നരകത്തിൽ പോകുന്ന ഒരു ആരോഗ്യമുള്ള മനുഷ്യനെക്കുറിച്ചാണോ നാം ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നതാണ് ഈ പാഠഭാഗത്ത് പറഞ്ഞത്? ഇവിടെ പറയുന്നത്, കർത്താവായ യേശുക്രിസ്തു ചില കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ഒന്ന് പറയുന്നത്, ഈ ചെറിയവരിൽ ഒന്നിനെ പാപം ചെയ്യുവാൻ ഇടയാക്കിയാൽ അവനെ കല്ല് കെട്ടി താഴ്ത്തിക്കളയുന്നത് എത്രയോ നല്ലത് എന്ന് കർത്താവായ യേശുക്രിസ്തു. ആരാണ് ഈ ചെറിയവർ? നമുക്കറിയാം, പഴയ നിയമകാലത്ത് നാം ചിന്തിക്കുമ്പോൾ അനാഥരെയും വിധവമാരെയും സാധുക്കളെയും ഒക്കെ പരിരക്ഷിക്കുവാൻ വേണ്ടി അന്ന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു, അന്നൊരു രീതി ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ പറയുന്ന ചെറിയവരെന്ന് പറയുമ്പോൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, പുതുതായി മാനസാന്തരപ്പെട്ട് വരുന്നവരെ പ്രത്യേകമായി ശ്രദ്ധയോടെ പരിപാലിക്കുവാനുള്ള ബാധ്യത നമുക്കുണ്ട്. അതായത് പുതുതായി മാനസാന്തരപ്പെട്ട് വരുന്നവരെ, ദൈവത്തിൻ്റെ സുവിശേഷം അറിഞ്ഞു വരുന്നവരെ പരിപാലിക്കുവാൻ, അവർ പാപം ചെയ്യാതിരിപ്പാൻ, അവരെ സഹായിക്കുവാനുള്ള ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതല്ല അവരെ പാപത്തിലേക്കാണ് നാം നയിക്കുന്നതെങ്കിൽ കർത്താവായ ദൈവം പറയുന്നത്, അവൻ ജീവിച്ചിരിക്കുന്നതിനേക്കാളും അവനെ കല്ല് കെട്ടി എവിടെ കടലിൽ താഴ്ത്തിക്കളയുന്നത് എത്രയോ ഭേദം എന്നാണ് ചോദിക്കുന്നത്. കല്ല് കെട്ടി കടലിൽ താഴ്ത്തിക്കളയാനല്ല പറഞ്ഞത്, മറിച്ച് അവന് എന്താണ്? നിത്യമായ നാശം അവനുണ്ടായിരിക്കും. അവൻ പിന്നെന്തില്ല? സ്വർഗരാജ്യം അവകാശപ്പെടുകയില്ല. അവൻ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് കാര്യമില്ല. പാപം ചെയ്യുവാൻ നാം ആരെയും പ്രേരിപ്പിക്കുവാൻ പാടില്ല. പ്രത്യേകിച്ച് പുതുതായി മാനസാന്തരപ്പെട്ട് വരുന്ന വ്യക്തികളെ എന്ത് ചെയ്യണം? നാം സംരക്ഷിക്കണം. നാം അവർക്ക് വേണ്ടി കരുതലുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു പിന്നെയും താഴ്ത്ത് പറയുമ്പോൾ, ഒരു പാപം ചെയ്യുന്നതിനേക്കാളും നിൻ്റെ ഇടങ്കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ നീ എന്ത് ചെയ്യണം? അതിനെ വെട്ടിക്കളയുക. നീ മുഴുവനുമായി നരകത്തിൽ പോകുന്നതിനേക്കാളും ഒരു കൈ ഇല്ലാതെ സ്വർഗത്തിൽ പോകുന്നത് എത്രയോ നല്ല. ഇങ്ങനെ ഓരോ അംഗത്തെക്കുറിച്ചും കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു. അംഗച്ഛേദം ചെയ്യുവാനല്ല കർത്താവ് യേശുക്രിസ്തു അല്ലയുടെ ആവശ്യപ്പെടുന്നത്, മറിച്ച് സ്വർഗരാജ്യത്തിൽ നമുക്ക് പ്രവേശനം വേണമെങ്കിൽ നാം എന്ത് ചെയ്യണം? നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. കൈവെട്ടിക്കളയാനും കാല് വെട്ടിക്കളയാനും തല വെട്ടിക്കളയാനും അല്ല കർത്താവ് യേശുക്രിസ്തു പറയുന്നത്, മറിച്ച് നിന്റെ കണ്ണ് ചൂഴ്ന്ന് കളയാനും അല്ല കർത്താവ് യേശുക്രിസ്തു പറയുന്നത്. നാം എന്ത് ചെയ്യണം? പാപം ചെയ്യാതിരിക്കുവാൻ ശ്രമിക്കണം എന്നുള്ളതാണ് കർത്താവ് യേശുക്രിസ്തു നമ്മൾ പറയുന്നത്. അങ്ങനെ ഒരു പാപം ചെയ്താൽ
അത് ഉണ്ടാകുന്നതിൻ്റെ ഭവിഷ്യത്താണ് കർത്താവായ യേശുക്രിസ്തു നമ്മോട് പറയുന്നത്. അത് നമുക്ക് നഷ്ടമാക്കുന്നതായ നിത്യജീവൻ്റെ വിലയെക്കുറിച്ചാണ് കർത്താവായ യേശുക്രിസ്തു നമ്മോട് സൂചിപ്പിക്കുന്നത്. അതിനേക്കാൾ എത്രയോ വിലയേറിയതാണ് നിനക്ക് സ്വർഗത്തിലുള്ളത്. നിൻ്റെ ഈ അംഗത്തേക്കാൾ, അല്ലെങ്കിൽ കൈയിനേക്കാൾ, കാലുകളേക്കാൾ, ചെവിയേക്കാൾ, കണ്ണുകളേക്കാൾ, മൂക്കിനേക്കാൾ എത്രയോ വിലയേറിയതാണ് നിനക്ക് സ്വർഗത്തിലുള്ളത്. അതുകൊണ്ട് അതിന് നീ നഷ്ടപ്പെടുത്തരുതെന്നാണ്. അതിനെ നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് നിനക്ക് കൈയില്ലാതെ അങ്ങോട്ട് ചെല്ലുന്നതാണ്. അതിൻ്റെ അർത്ഥം നരകത്തിൽ ഇവൻ ആരോഗ്യവാനായിട്ട് പോകുമെന്നാണ്. അല്ല, അങ്ങനെ ആരോഗ്യവാനായിട്ട് പോകാനും അല്ല കർത്താവായ യേശുക്രിസ്തു പറയുന്നത്. കർത്താവായ യേശുക്രിസ്തു പറയുന്നത് നിനക്ക് വളരെയധികം വിലപിടിപ്പുള്ള ഒരു നിത്യജീവനാണ് നിനക്ക് അവിടെ ഇരിക്കുന്നത്. അത് നേടുന്നതിൽ നിന്നും നിന്നെ എന്തെങ്കിലും നിനക്ക് തടസ്സം വരുന്നുവെങ്കിൽ ആ തടസ്സത്തെ നീ നീക്കണം എന്നാണ് പറയുന്നത്. അല്ല കൈവെട്ടാനും കാലുവെട്ടാനും നല്ല കർത്താവായ യേശുക്രിസ്തു ആവശ്യപ്പെടുന്നത്. മറിച്ച് നിത്യത നേടുന്നതിൽ നിന്നും, ദൈവം നമുക്ക് വെച്ചിട്ടുള്ള നിത്യരക്ഷ നേടുന്നതിൽ നിന്നും നമുക്ക് എന്തെങ്കിലും ഇടർച്ച തടസ്സം വരുത്തുന്നുവെങ്കിൽ ആ തടസ്സത്തെ നാം ഉപേക്ഷിക്കണം, മാറ്റണം. രണ്ടാമത്തെ അവരുടെ സംശയം, നരകത്തിൽ ഇങ്ങനെ തീ നിത്യമായി കത്തിക്കൊണ്ടിരിക്കുന്നതാണോ എന്നുള്ളതാണ്. കർത്താവായ യേശുക്രിസ്തു ഒരിടത്തും അങ്ങനെ പറഞ്ഞിട്ടില്ല. നിത്യാഗ്നി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ നിത്യാഗ്നി എന്ന് വെച്ചാൽ എന്നെന്നും ഇങ്ങനെ വെന്തേരുന്ന, മറിച്ച് നിത്യമായ ഒരു നാശം കൊണ്ടുവരുന്ന തീ. ഒരു മനുഷ്യനെയും ഇങ്ങനെ അവിടെ ഇങ്ങനെ തീയിൽ ഇങ്ങനെ കൊണ്ട് അവൻ വർഷങ്ങളോളം തീ കിടക്കുന്നതല്ല, മറിച്ച് ദുഷ്ടനെ, പാപത്തെ എന്നേക്കുമായി ഉന്മൂലനം ചെയ്യുന്ന ഒരു സ്ഥലത്തെയാണ് നരകമെന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ തീ ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കുമെന്നോ ഒരു ഭാഗത്ത് ഇങ്ങനെ അനന്തകോടി വർഷങ്ങളോളം തീ ഇങ്ങനെ കത്തുമെന്നോ അല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് നിത്യമായി ഒരു നാശം, സമ്പൂർണമായ ഒരു നാശം, പാപത്തെ തുടച്ചു നീക്കി സമ്പൂർണമായി പാപത്തെ തുടച്ചു നീക്കുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ നരകമെന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരിടത്തും നിത്യമായ അഗ്നി, ഒരിക്കലും കെടാത്ത അഗ്നി എന്നല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് മുഴുവൻ പാപത്തെയും തുടച്ചു നീക്കുന്ന ഒരു അഗ്നിയായിട്ടാണ് അവിടെ നരകത്തെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ കർത്താവായ യേശു, നമ്മൾ ഈ ഭാഗത്ത് പഠിച്ചത് കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരോടാണ് ഉപദേശിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ. നിങ്ങൾ നല്ല കാഴ്ചയുള്ളവരായിരിക്കണം, ഉൾക്കാഴ്ചയുള്ളവരായിരിക്കണം, കാണേണ്ടത് കാണുന്നവരായിരിക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് മുൻപിൽ നിങ്ങൾ വലിയവനാകാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ എന്ത് ചെയ്യണം? ദാസനാകണം. ദൈവത്തിൻ്റെ വരവ് ഇങ്ങനെയാണ്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അവസാനം ഇങ്ങനെയാണ്. പാപം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നവൻ എന്തു ചെയ്യും? അവൻ ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് ഭേദം. അവനെ കല്ല് കെട്ടി കടലിൽ താഴ്ത്തുന്നതാണ് ഭേദമെന്ന് പറയും. അപ്പോൾ നാം ഇത് ശിഷ്യന്മാർക്ക് കൊടുത്ത ഉപദേശമാണ് എങ്കിൽ ഇന്ന് ജീവിക്കുന്ന നമുക്കും ഇതേ ഉപദേശമാണ് ദൈവം നൽകുന്നത്. ആ ഉപദേശമെന്ന് പറയുന്നത് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയണം. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് സാക്ഷ്യം മറ്റുള്ളവരുടെ മുൻപിൽ ഉയർത്തിപ്പിടിക്കുമ്പോൾ നാം പാലിക്കേണ്ടതായ ചില കാര്യങ്ങളാണ്, ചില സ്വഭാവ സവിശേഷതകളാണ് നമ്മൾ ഈ ആഴ്ച പഠിക്കുന്നത്. ശിഷ്യന്മാർക്ക് കൊടുത്ത ഉപദേശം എന്ന് പറയുന്നത് നമുക്കും കൂടിയുള്ള ഉപദേശമാണ് എന്ന കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പാഠഭാഗം ശ്രമിച്ച നിങ്ങളെല്ലാവരെയും വീണ്ടും കണ്ട കർത്താവായ യേശു നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും ഞങ്ങളെ പരിപാലിക്കുകയും ഞങ്ങളെ വഴി നടത്തുകയും ചെയ്ത സ്വർഗീയ പിതാവ് നല്ല ദൈവമേ, ഒരിക്കൽ കൂടി അങ്ങയുടെ വചനവുമായി അങ്ങനെ ദൈവമേ ഞങ്ങൾ നിൽക്കുമ്പോൾ കർത്താവ് ഞങ്ങൾക്ക് തന്ന ആ ബുദ്ധിയെയും കൃപയും ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത് കേട്ടുകൊണ്ടിരുന്നവർ, കർത്താവെ ഇത് കണ്ടുകൊണ്ടിരുന്നവരായ എല്ലാ വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും ദൈവമേ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരത് കേൾക്കുവാൻ, ഇത് കാണുവാൻ എടുത്ത സമയം, കർത്താവ് ചിലവഴിച്ച സമയം അവരുടെ ജീവിതത്തിൽ കർത്താവെ ഏറ്റവും ഫലപ്രദമായ സമയമായി മാറുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിന് അത് അനുഗ്രഹം കൊണ്ടുവരുന്ന നിമിഷങ്ങളായി മാറുവാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈഡൻ TV ടീമിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അവർക്ക് കൊടുത്ത താലന്തുകൾ അങ്ങയുടെ സുവിശേഷത്തിൻ്റെ പ്രചരണത്തിനായി അവർ ഉപയോഗിക്കുന്ന വലിയ കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ ആ ചെറുപ്പക്കാരെ മുഴുവനുമായിട്ട് അവർ അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. അവരെ പ്രാർത്ഥനയാലും സാമ്പത്തികമായും സഹായിക്കുന്നതായ ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, അത് അവരുടെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ കുഞ്ഞുങ്ങളെയും അവരുടെ തലമുറകൾക്കും കർത്താവെ അനുഗ്രഹമായി മാറുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അടിയനും ഇതിൻ്റെ ഭാഗമാകുവാൻ കഴിഞ്ഞ വലിയ കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ വീണ്ടും ഞങ്ങൾ കണ്ടുമുട്ടുവോളം എല്ലാ മക്കളെയും അപ്പൻ്റെ കൃപയിൽ കാത്തുകൊള്ളണം. സകല മാനവും മാത്രം കർത്താവ് കൈക്കൊള്ളണം.
ഞങ്ങൾക്കായി ജീവിക്കുന്ന ക്രിസ്തയേശുവിൻ നാമത്തിൽ ചോദിക്കുമ്പോൾ തന്നെ ആമേൻ.